പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, കരുണയുടെ ജപമാലയുടെ 1-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെയാണ് 55-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുക: മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു പോകില്ല. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള ഈശോയുടെ മുമ്പിൽ നിന്ന് കരുണ വർഷിക്കണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകൻ പറയുന്ന വചനത്തിൽ ഒരു സത്യം കിടപ്പുണ്ട്: ഭൂമിക്ക് തനിയെ സ്വന്തം പ്രയത്നം കൊണ്ട് ഫലമൂലാദികൾ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. ഭൂമി അതിനു വേണ്ടിയാണ് ദാഹത്തോടെ മഞ്ഞിനും മഴയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും കരുണയുള്ള മക്കളായിട്ട് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ കരുണ എനിക്ക് തന്നെ പുറപ്പെടുവിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കരുണ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും വന്ന് ഭൂമിയെ നനയ്ക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് കരുണയുടെ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ, തിരുനാൾ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ചൊരിയുകയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് കരുണയുള്ള മക്കളായി എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ, കരുണയോടെ പെരുമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, എവറി മൂമെന്റ് ഈസ് എ സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ ദൈവം കരുണ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കരുണ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ അത്ര ശുഭകരമല്ല. കരുണ പറ്റിയ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുക. കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. കാരണം എന്താണ്? മനുഷ്യന്റെ ഉള്ളിലെ കരുണ നഷ്ടപ്പെട്ടു. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഒരിക്കൽ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ വെറും മനുഷ്യനായിട്ട് മാറുകയാണ്. കരുണയില്ലാത്ത, സ്നേഹമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത നല്ല മനുഷ്യരായിട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് ഈ അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്നാണ് ഈശോ പറയുക. അപ്പൊ കൃപയുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഉറവക്കണ്ണുകൾ പൊട്ടിപ്പുറപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? റോഡുകൾ മുഴുവൻ താടായി, നമ്മുടെ മുറ്റമൊക്കെ ടൈലിട്ട് എല്ലാം ഉറപ്പിച്ചു. ഒരു തുള്ളി വെള്ളത്തിന് പോലും താഴേക്ക് ഇറക്കാനാവാത്ത രീതിയിൽ ഭൂമിയെ നമ്മൾ അത്രമാത്രം കാഠിന്യമുള്ളതാക്കി മാറ്റി തീർക്കുകയാണ്. ഇതുപോലെ ഞാനും നിങ്ങളും കർത്താവിന്റെ കരുണ വർഷിക്കുന്നുണ്ട്, പക്ഷേ കരുണ സ്വീകരിക്കാൻ ആവത്തക്ക രീതിയിൽ തുറവിയുള്ള മനുഷ്യരായിട്ട് മാറുന്നില്ല. നമ്മൾ നമ്മുടേതായ ലോകത്തിലേക്ക് പോയി. അതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വത്തിനൊക്കെ ഭംഗം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 1-ാം ദിവസം കരുണ, കർത്താവേ ഞങ്ങളുടെ ഉള്ളിലേക്ക് കരുണ വർഷിക്കണം, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് കരുണ വർഷിക്കണം, ഞങ്ങളുടെ നാവിലേക്ക് കരുണ വർഷിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ശൂന്യമാണ്, എംറ്റിയാണ്. അത് നിറയെ കരുണ വർഷിക്കണം. എന്തിനു വേണ്ടിയാ? ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ, എന്നിട്ട് സ്വർഗം അവകാശമാക്കാൻ. പ്രിയപ്പെട്ടവർ, ഈ തിരുനാൾ ഒരു ഭാഗ്യപ്പെട്ട തിരുനാളുകളാണ്. ഞാൻ നല്ല മനുഷ്യനായിട്ട് മാറുന്നതിന്റെ കാരണം എന്താണ്? എന്നെ പുറകിലിരുന്ന് ഒരുപാട് കരങ്ങള് എന്നെ ഒരുക്കിയിട്ടുണ്ട്, ഗുരുക്കന്മാര്, മാതാപിതാക്കന്മാര്. അതുകൊണ്ട് ഈ ചാനലിലൂടെ ഞങ്ങളും ചെയ്യാൻ പരിശ്രമിക്കുന്നത് എന്താണ്? നിങ്ങളെ ഞങ്ങൾ സഹായിക്കുകയാണ്. ഇത് കേൾക്കുന്നവരെ, അതുകൊണ്ടല്ലേ എവ്ലവാടിന്റെ പുസ്തകത്തിൽ പറയുക, കർത്താവിന്റെ സന്ദേശം കേൾക്കുന്നവര്, അത് വായിക്കുന്നവര്, അത് ധ്യാനിക്കുന്നവര് അനുഗ്രഹീതരായിട്ട് മാറുന്നു. നമുക്ക് അനുഗ്രഹമുള്ള, കരുണയുള്ള മനുഷ്യരായി നമുക്ക് മാറാൻ വേണ്ടി പരിശ്രമിക്കാം. കാശ് കൊടുത്തല്ല, സമയം കൊടുത്താൽ മതി, നമ്മുടെ ഹൃദയം കൊടുത്താൽ മതി, നമ്മുടെ മനസ്സ് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ മതി. 1-ാമത്തെ ദിവസത്തിലെ പ്രാർത്ഥന ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. 1-ാം ദിവസത്തെ ധ്യാനം ഇന്ന് എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന്
എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ഞാനൊരു പാപിയാണ്, എൻ്റെ ചുറ്റുവട്ടങ്ങളിലും ഒരുപാട് പാപികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നില്ലേ? തളർവാദ രോഗിയെ കുറെ പേര് കൂടി ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ടാണ് ഈശോ അവരെ രക്ഷിച്ചത്. നമുക്കിന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാപികളെ കുറിച്ച് ഓർമ്മയില്ലേ? അവരെല്ലാം നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മൾ അവരുടെ അരികിൽ ചെന്ന് മനസ്സുകൊണ്ട് കൈക്ക് പിടിച്ച് ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അത് ലോകത്ത് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാശ് കൊടുത്തല്ല അവരെ സഹായിക്കുക. പിന്നെയോ തളർവാദ രോഗിയെ അവരെല്ലാവരും കൂടെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ വീക്ഷിക്കരുതേ. അങ്ങയുടെ അപാരമായ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. അതിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കാൻ ഇടയാക്കല്ലേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നിന്നെ ഒന്നിപ്പിക്കുന്ന സ്നേഹം കർത്താവെ ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെയൊക്കെയാണ് ഇന്ന് ഈ കരുണയുടെ കടലിൽ മുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവരെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേ. ഈശോയുടെ മുമ്പിൽ ഇതൊരു കടലാണ്, കരുണയുടെ കടലാണ്. എത്ര ലക്ഷക്കണക്കിന് മക്കളെ വേണമെങ്കിലും ഈ കരുണയുടെ കടലിൽ നമുക്ക് മുക്കിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഞാനും ഈ കരുണയുടെ കടലിൽ മുക്കിയെടുക്കണം. ഈ തിരുനാളുകൾ കഴിയുമ്പോൾ, ഈ 1-ാമത്തെ ദിവസം കഴിയുമ്പോൾ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. എന്നിലൂടെ 10 പേരെങ്കിലും രക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം കിട്ടുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങളുടെ മേൽ കരുണ വർഷിക്കുകയാണ്. ഈശോ നിങ്ങൾ സമർപ്പിച്ച വ്യക്തികളുടെ മേൽ കരുണ വർഷിക്കുകയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അത് മനസ്സിലോർത്ത്, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. നിങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ എത്ര ഉപദേശങ്ങൾ കൊടുത്തു, എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു, അതൊന്നും പാലിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ കർത്താവിൻ്റെ സ്പർശനത്തിന്, ഈ ആശീർവാദത്തിന് ഈ നിമിഷം തന്നെ അവരെ സുഖപ്പെടുത്താനുള്ള കൃപയുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും ഈ ആശീർവാദത്തിലൂടെ നിങ്ങളുടെ മേലും നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദൈവസമൃദ്ധമായിട്ട് വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.